ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇമേജ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനാണ്. എന്താണ് ഇമേജ് ട്രാൻസ്ഫോം എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു ഇമേജ് നമ്മൾ സാധാരണ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് മെട്രിക്സ് ഫോർമാറ്റിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ n/n മെട്രിക്സ് ആയിട്ട് ഒരു ഇമേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജിനെ നമുക്ക് മറ്റൊരു ഇമേജായിട്ട് അതേ n/n അതേ സൈസിലുള്ള മറ്റൊരു ഇമേജായിട്ട് ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പറ്റും. സോ അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ. ഒരു ഇമേജ് ഫോർമാറ്റിൽ നിന്നും ഒരു ഇമേജിനെ മറ്റൊരു ഇമേജ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു, സം ട്രാൻസ്ഫോർമേഷൻ നടത്തുക. അതിനാണ് ഇമേജ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷനും പെർഫോം ചെയ്യാൻ പറ്റും. നമ്മൾ ട്രാൻസ്ഫോർമേഷൻ വഴി ഫോം ചെയ്തിട്ടുള്ള ഇമേജിനെ നമുക്ക് തിരിച്ച് ഒറിജിനൽ ഇമേജിലോട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനാണ് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്കറിയാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഇമേജുകളെ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഫോർമാറ്റിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ ഇതിനെ അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്ലൈ ട്രാൻസ്ഫോർമേഷൻ വി ഗെറ്റ് അനദർ ഇമേജ് ഓഫ് സെയിം സൈസ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഒരു ഇമേജിൽ ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പുതിയ ഇമേജ് എന്തായിരിക്കും, അതേ സൈസിലുള്ള ഇമേജ് ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ ആഫ്റ്റർ അപ്ലൈങ് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ വി ഗെറ്റ് ദ ഒറിജിനൽ ഇമേജ് ബാക്ക്. നമ്മൾ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ആണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യും, ഒറിജിനൽ ഇമേജ് നമുക്ക് തിരിച്ച് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഇമേജ് ട്രാൻസ്ഫോർമേഷൻ? എന്താണ് ഇമേജ് ട്രാൻസ്ഫോർമേഷൻ്റെ യൂസ് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ യൂസ് മനസ്സിലാവും. ഓക്കെ, ദെൻ സം ആപ്ലിക്കേഷൻസ് ആണ് ഇമേജ് ട്രാൻസ്ഫോർമേഷൻ്റെ. പ്രീ പ്രോസസ്സിങ് എന്താണ്? ഇമേജ് പ്രീ പ്രോസസ്സിങ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഇമേജ് ട്രാൻസ്ഫോർമേഷൻ ആണ്. അഥവാ ഫിൽറ്ററിങ്, എൻഹാൻസ്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾ. ഇമേജ് ഫിൽറ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, വേറെ തരത്തിലുള്ള ഇമേജ് ആക്കി മാറ്റുക. അതുപോലെ തന്നെ എൻഹാൻസ്മെൻറ്റ്, ഇതൊക്കെ നിങ്ങൾ അടുത്ത മൊഡ്യൂൾസുകളിലായിട്ട് പഠിക്കും. ഫിൽറ്ററിങ് എന്താണ്, എൻഹാൻസ്മെൻറ്റ് എന്താണ്, അതിനുള്ള ടൂൾസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. സോ ഇതൊക്കെ എന്താണ്, ഈസ് എൻ എക്സാമ്പിൾ ഫോർ എന്തിന്, ഇമേജ് ട്രാൻസ്ഫോർമേഷൻ ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഡാറ്റ കംപ്രഷൻ അല്ലേ, ഇമേജ് കംപ്രഷൻസിനെ നമുക്ക് കംപ്രഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, പുതിയൊരു ഇമേജ് ആയിരിക്കും. അതുപോലെ തന്നെ ഫ്യൂച്ചർ എക്സ്ട്രാക്ഷൻസ്, എഡ്ജ് ഡിറ്റക്ഷൻ, അതുപോലെ തന്നെ കോർണർ ഡിറ്റക്ഷൻ പോലുള്ള ഫീച്ചർ എക്സ്ട്രാക്ഷൻസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, ഒരു പുതിയ ഇമേജ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, is an application of image transformation. Okay, then what does the image transformation, എന്താണ് ഇമേജ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇറ്റ് റെപ്രസെൻറ്റ് ദ ഗിവൺ ഇമേജ് ആസ് എ സീരീസ് സമ്മേഷൻ ഓഫ് സെറ്റ് ഓഫ് യൂണിറ്ററി മെട്രിസസ്. എന്താ ചെയ്യുന്നത്, നമുക്ക് തന്നിട്ടുള്ള ഇമേജിനെ എന്ത് ചെയ്യുന്നു, എങ്ങനെയാക്കി റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, സീരീസ് സമ്മേഷൻ ഓഫ് എ സെറ്റ് ഓഫ് യൂണിറ്ററി മെട്രിസസ്. സെറ്റ് ഓഫ് യൂണിറ്ററി മെട്രിസസ് ആയിട്ട് സമ്മേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, തന്നിട്ടുള്ള ഇമേജിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ അതാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ യൂണിറ്ററി മെട്രിക്സസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എ മെട്രിക്സ് എ ഈസ് എ യൂണിറ്ററി മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള കണ്ടീഷനാണ് പറയുന്നത്, ഇഫ് എ ഇൻവേഴ്സ് ഈക്വൽ ടു എ കോൺജുഗേറ്റ് ടി, ട്രാൻസ്പോസിൻ്റെ ടി ആണ്. ഓക്കെ, സോ എ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കോൺജുഗേറ്റ് ഓഫ് എ ആണ്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എ ഇൻവേഴ്സ് കണ്ടു കഴിഞ്ഞാൽ എ ഇൻവേഴ്സ് ഈക്വൽ ടു എന്തായിരിക്കണം, എ കോൺജുഗേറ്റ് ഓഫ് ടിക്ക് എന്തായിരിക്കണം, ഈക്വൽ ആയാൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു മെട്രിക്സ് നമുക്ക് എന്താ പറയാം, യൂണിറ്ററി മെട്രിക്സ് എന്ന് പറയാം. ഇങ്ങനത്തെ യൂണിറ്ററി മെട്രിക്സിൻ്റെ സമ്മേഷൻ ഓഫ് സീരീസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഇമേജിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. സോ അതാണ് ട്രാൻസ്ഫോർമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നടത്താറുള്ളത്. സോ എന്ത് ചെയ്യുന്നു, യൂണിറ്ററി മെട്രിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ബേസിക് ഫങ്ഷൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇതാണ് ഇവിടെ പറയുന്നത്. ദെൻ നമുക്ക് ഈ ഇമേജ് ട്രാൻസ്ഫോർമേഷൻ്റെ കേസിൽ ഒരു താഴെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. സം g of xy equal to t of f of xy. സോ ഇൻ ദിസ് ഇക്വേഷൻ f of xy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ഇമേജ് ഓൺ വിച്ച് ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ ഹാസ് ടു ബി അപ്ലൈഡ്. ഇവിടെ ചെറിയൊരു ഇത് വരുന്നുണ്ട്, മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഇത് ക്യാപിറ്റൽ f of xy അല്ല, സ്മോൾ f of xy ആണ്.
ഇവിടെ കൊടുത്തിട്ടുള്ള സ്മോൾ എഫ് ഓഫ് എക്സ് വൈ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്മോൾ എഫ് ഓഫ് എക്സ് വൈ ആണ്. സ്മോൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻപുട്ട് ഇമേജ് ആണ്. ഏത് ഇമേജിനാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യേണ്ടത്, അതാണ് ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യേണ്ട ആ ഇമേജ് ആണ് എന്ത്? ഇൻപുട്ട് ഇമേജ് ആണ് എഫ് ഓഫ് എക്സ് വൈ. സോ ജി ഓഫ് എക്സ് വൈ എന്തായിരിക്കും? കിട്ടുന്ന ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ഇമേജ് ആണ്. ദ ഔട്ട്പുട്ട് ഇമേജ് ഓർ പ്രോസസ്ഡ് ഇമേജ് ആണ് ജി ഓഫ് എക്സ് വൈ. ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ ആണ്. ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ ആണ്. ദിസ് റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ഇമേജ് ആൻഡ് പ്രോസസ്ഡ് ഔട്ട്പുട്ട് ഇമേജ് ക്യാൻ ആൾസോ ബി റെപ്രസെൻറ്റഡ് ആസ് ലൈക്ക് ദിസ്. സോ ഇത് ഔട്ട്പുട്ട് ഇമേജ്, ഇത് ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ, ഇത് ഇൻപുട്ട് ഇമേജ്. ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ ഇൻപുട്ട് ഇമേജിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഔട്ട്പുട്ട് ഇമേജ്. അതിനെ സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്താണ് എസ് ഈക്വൽ ടു ടി ഓഫ് ആർ. ഇവിടെ ആർ എന്താണ്? ആർ ഈസ് ദ ആക്ച്വലി ദ പിക്സൽ വാല്യൂ ഓർ ഗ്രേ ലെവൽ ഇൻറ്റൻസിറ്റി ഓഫ് എഫ് ഓഫ് എക്സ് വൈ. ഇത് എന്താണ്? പിക്സൽ വാല്യൂ അല്ലെങ്കിൽ ഗ്രേ ലെവൽ ഇൻറ്റൻസിറ്റി ഫോമിൽ ഈ എഫ് ഓഫ് എക്സ് വൈൻ്റെ എന്താണ്? പിക്സൽ വാല്യൂ അല്ലെങ്കിൽ ഗ്രേ ലെവൽ ഇൻറ്റൻസിറ്റി ആണ് ഈ ആർ എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള. ഓക്കെ, ദെൻ ആ പോയിന്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു എസ് എന്നിട്ടുള്ള ഇത് കിട്ടും. അതെന്താണ്? പിക്സൽ വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ ഗ്രേ ലെവൽ ഇൻറ്റൻസിറ്റി ഓഫ് സം ജി ഓഫ് എക്സ് വൈ അറ്റ് എനി പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റിൽ. ഓക്കെ, സോ അതാണ് ഷോർട്ട് ആക്കിയിട്ടതാണ് എസ് ഈക്വൽ ടു ടി ഓഫ് ആർ. ദാറ്റ് മീൻസ് നമുക്ക് പിക്സൽ വാല്യൂ ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി ലെവലിലും നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടി ഓഫ് ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, ലെറ്റ് ടേക്ക് ദ പോയിന്റ് ആർ. സ്മോൾ ആർ കണ്ടോ? ഈ സ്മോൾ ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 256 ആണ്. നമ്മളിപ്പോൾ ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ്റെ ആ ഒരു കേസ് എടുക്കുക. 256 ആണ് ഈ സ്മോൾ ആർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് ദാറ്റ് പോയിന്റ് പി ടു ബി, പി എന്താണ്? 127, നേരെ അതിൻ്റെ പകുതി 127 ആണ് പി. ആർ എന്ന് പറഞ്ഞാൽ 256 ആണ്. കൺസിഡർ ദിസ് ഇമേജ് ഷുഡ് ബി എ 1 BPP, ഒരു BPP ഉള്ള കേസ് മാത്രം ഉള്ള ഒരു ഇമേജ് ആണെന്ന് കൺസിഡർ ചെയ്യുക. ദാറ്റ് മീൻസ് വി ഹാവ് ഓൺലി 2 ലെവൽസ് ഓഫ് ഇൻറ്റൻസിറ്റി ദാറ്റ് ആർ 0. അതിൻ്റെ മീനിങ് എന്താണ്? ഒരു BPP എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവുള്ളൂ? അതിലെന്ത് 2 വാല്യൂസ്, ലെവൽസ് ഓഫ് വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. 0 and 1 ഇൻറ്റൻസിറ്റി മാത്രമേ അതിൽ വരുള്ളൂ. സോ ഇൻ ദിസ് കേസ് ദ ട്രാൻസ്ഫോർമേഷൻ സോ ബൈ ദ ഗ്രാഫ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് അതുണ്ടോ? ഇതുപോലെ ആയിരിക്കും വരുന്നുണ്ടാവുക. അതിൻ്റെ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ 0, 1 എന്നുള്ള 2 ഇൻറ്റൻസിറ്റി ലെവൽസേ ഉള്ളൂ. കാരണം എന്താണ്? ഇതിൽ 1 BPP ആണുള്ളത്. ദെൻ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, അത് 127 വരെയുള്ള ഇതാണ്. ആർ എന്ന് പറഞ്ഞാൽ 256 ആണ് അതിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത്. ടി ഓഫ് ആർ ആണ് നമ്മുടെ എന്താണ്? ട്രാൻസിഷൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ദെൻ ആൾ ദ പിക്സൽ ഇൻറ്റൻസിറ്റി വാല്യൂ ദാറ്റ് ആർ ബിലോ 127 ആർ 0. എന്താ ചെയ്യുന്നത്? ഇവിടെ ട്രാൻസ്ഫോർമേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ എടുക്കുന്നത്? പി. ദാറ്റ് മീൻസ് 127 ബിലോ ആയിട്ടുള്ള ഇതിനെ നമ്മൾ എന്താണ്? 0 ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 0 ആയിട്ടാണ് 127 ബിലോ ആയിട്ടുള്ളത് 0 ആയിട്ടും, അതേപോലെ തന്നെ ആൻഡ് ആൾ ദ പിക്സൽസ് ഇൻറ്റൻസിറ്റി വാല്യൂസ് ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ 127 കൂടുതലായിട്ടുള്ളത് നമ്മൾ എന്താണ്? അതിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത് 1 ആണ്. അപ്പോൾ 0 ഉള്ളതിന് 0 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബ്ലാക്ക് കളർ എന്നുള്ളതാണ്. 127 മുകളിലുള്ളത് നമ്മൾ 1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈറ്റ് എന്നുള്ളതാണ്. ബട്ട് അറ്റ് ദ എക്സ്ട്രാക്ട് പോയിന്റ് ഓഫ് 127 ദർ ഈസ് എ സഡൻ ചേഞ്ച് ഇൻ ദ ട്രാൻസ്മിഷൻ. അല്ലേ? എന്ത് ചെയ്യുന്നുണ്ട്? 127 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് അവിടെ ഒരു സഡൻ ചേഞ്ച് വരുന്നുണ്ട് ട്രാൻസ്മിഷനിൽ. സോ വി കനോട്ട് ടെൽ ദാറ്റ് at that exact point the value would be 0. നമുക്ക് ആ എക്സാക്ട് പോയിന്റിൽ 0 ആണോ 1 ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. സോ മാത്തമാറ്റിക്കലി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സോ ഈ ട്രാൻസ്ഫോർമേഷനെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുന്ന് തൊട്ടിട്ട് ഇങ്ങനെ അല്ലേ ഈ പി എത്തുന്ന സമയത്ത് 127 സം ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ മാത്തമാറ്റിക്കലി എങ്ങനെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സം ജി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഇമേജ്, അതിൽ എപ്പോഴാണ് 0 ഇൻറ്റൻസിറ്റി വരിക 1 ഇൻറ്റൻസിറ്റി വരിക എന്നുള്ളതാണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് വൈൻ്റെ വാല്യൂ 127 കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താണ്? 0 ഇൻറ്റൻസിറ്റി ആണ് വരിക. എഫ് ഓഫ് എക്സ് വൈൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 127 ആണെങ്കിൽ അവിടെ എന്താണ് വരിക? 1 ആയിരിക്കും ജി ഓഫ് എക്സ് വൈ എന്നതിൻ്റെ
വാല്യൂ ആയിട്ട് വരുന്നുണ്ടാവാം. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻസ്. സോ ഇതാണ് ഇമേജ് ട്രാൻസ്ഫോർമേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇമേജ് ട്രാൻസ്ഫോർമേഷനിൽ പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത ടോപ്പിക്കുകളിലൊക്കെ ഡിസ്കസ് ചെയ്യും.